ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് സഞ്ജീവിനിയിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഉറക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവർ നമുക്ക് അമ്മയ്ക്ക് ചായ, എനിക്ക് പാലും പഴവും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിക്കണം. അപ്പോൾ പല്ല് തേച്ചിട്ട് അത് പോയി കഴിക്കണം. അപ്പോൾ നമുക്ക് എന്നിട്ട് 10:30-ക്കാണ് ട്രീറ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും 10:30-ക്ക്. അതിനു മുമ്പേ നമ്മൾ റെഡിയായൊക്കെ ഇരിക്കണം. ഞാൻ വെളിയിലെ വ്യൂ കാണിച്ചു തരാവേ. എൻ്റെ പ്രാവുകൾ ഉണ്ടോ, എല്ലാ പ്രാവുകളും ഇവിടെ വന്നിരിക്കും. നല്ല വ്യൂ ആണ് കേട്ടോ. കുഞ്ഞുവാവ് നല്ല ഉറക്കമാണ്. ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് മുമ്പേ ഞാൻ റെഡി ആവുകയാണ്. നമുക്ക് ഇന്നലെ തന്നെ സമയം പറഞ്ഞു തരും കേട്ടോ, നാളെ എത്ര മണിക്കാണ് ട്രീറ്റ്മെൻറ്റ് എന്ന്. അതിനനുസരിച്ച് നമ്മൾ റെഡിയായിരിക്കണം. കുഞ്ഞിനൊക്കെ ഫീഡ് ചെയ്തിരിക്കണം. ഏതായാലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ തന്നെ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞ് വിശക്കുമല്ലോ. അപ്പോൾ അതിനു മുമ്പേ വിശക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ നേരത്തെ നമ്മളടുത്ത് സമയം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫീഡ് ചെയ്ത് നമുക്ക് എല്ലാം പ്രിപ്പയർ ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, പാലും പഴമാണ് എനിക്ക് കൊണ്ടുവന്നത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഋതു തൊട്ടിൽ കയറിയിട്ടുണ്ട്. ഒരു 2 ദിവസത്തെ പണിയാണ്. പിന്നെ അവൾക്ക് തൊട്ടിലിൻ്റെ ആവേശം അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയിട്ട് വന്നപ്പോൾ അപ്പവും ചമ്മന്തിക്കറിയും തേയില വെള്ളവും പിന്നെ പഴവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ട് വന്ന് എന്നെ ഐശക്കുട്ടി സുന്ദരിയാക്കി വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ, 10 ഒരു 10:30-11 മണിയാകുമ്പോൾ കുറുക്ക് കൊണ്ടുവരും കേട്ടോ. കുറുക്കും നല്ല ചുക്ക് കാപ്പിയും ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കണം. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ എന്ത് സുഖമാണ് കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് പെയിൻ ഒക്കെ നല്ല പോകും കേട്ടോ. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ചോറ്, പിന്നെ അത് തീയൽ, പച്ചത്തീയൽ, പിന്നെ സലാഡ് ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഒരു വൈകിട്ടായപ്പോൾ ചായയും പിന്നെ ബജിയാണ് കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്നേ ജ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് വല്ലതും ആയിരിക്കും. അപ്പോൾ ഇന്ന് സലാഡാണ് കൊണ്ടുവന്നത്. സലാഡും ക്യാരറ്റും കൂടെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് 2 തിന്നപ്പോൾ എനിക്ക് മതി കേട്ടോ. അങ്ങനെ ഞാൻ പയ്യെ അങ്ങ് കിടന്നു. പിന്നെ ഋതുവാണ് സത്യം പറഞ്ഞാൽ എന്നെ കഴിപ്പിച്ചത്. ഋതുവിനും ഇഷ്ടമാണ്, പക്ഷേ ഋതുവും 1-2 കഴിച്ചിട്ട് ബാക്കി അവൾ എന്നെ കഴിപ്പിച്ചു. അമ്മ എന്നാ കഴിച്ചോ എന്ന് പറഞ്ഞു. എന്നെ വായിൽ അവൾ തള്ളിക്കയറ്റാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. ഇപ്പോൾ എന്നെ നോക്കുന്ന വ്യക്തി ഋതുവാണ് കേട്ടോ. അങ്ങനെ അവൾ എന്നെ കഴിപ്പിച്ചു. പിന്നെ ഇനി നമ്മൾ ഡിന്നറും കൂടെ കഴിച്ചിട്ട് നമ്മൾ കിടക്കും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഇടിയപ്പവും ഉള്ളിക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.